പിന്നെ ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതുതായി വന്ന ബാങ്ക് മാനേജർ ഓമനക്കുട്ടനുണ്ടല്ലോ, അയാൾ വെറും ഒരു ബാങ്ക് മാനേജർ അല്ല, അയാളെ ഒരു ബാങ്കാ. മതിലകത്ത് ശങ്കുണ്ണിമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഒരു 10-15 വർഷം മുമ്പ് അവരുടെ വീട്ടുവളപ്പിൽ ആനകൾ ഇങ്ങനെ മേയുമായിരുന്നു, ഒരുമാതിരി ആടും പശുവൊക്കെ മേയുന്ന പോലെ. ഇപ്പോഴും അവരുടെ പ്രതാപം എന്താ? അച്ഛനും അമ്മയ്ക്കും കൂടെ ആകെ ഒരേ ഒരു മകൻ. ഇയാള് വെറുതെ വീട്ടിലിരിക്കാൻ വയ്യാന്നും പറഞ്ഞാ ഈ ബാങ്ക് മാനേജറായിട്ട് നടക്കുന്നു. എന്റെ ഒരാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടാ ഓമനക്കുട്ടൻ ഇവിടെ വന്നു. അയാൾക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്താൽ എനിക്കൊരു 50 സെന്റ് സ്ഥലം സഹായ വിലയ്ക്ക് അയാളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഓമനക്കുട്ടനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. മിസ്റ്റർ ഓമനക്കുട്ടന് ഫാമിലി ഇല്ലേ? കല്യാണം കഴിക്കാതെ എങ്ങനെ ഫാമിലി ഉണ്ടാവുക? അയാളുടെ അച്ഛൻ പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നതാ. കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോ പറഞ്ഞോളാന്നാ ഓമനക്കുട്ടൻ പറഞ്ഞത്. അല്ല, അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറാ. അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അയച്ചാൽ തന്നെ ഈ കാര്യം നിങ്ങളോട് പറയാൻ. നന്ദി. പിന്നെ വൈകിട്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി കാണണം. ഈ നാട്ടിൽ വന്നെത്തുന്ന ആരും അദ്ദേഹത്തെ ചെന്ന് കാണുന്നൊരു വഴക്കമുണ്ട്, അത് തെറ്റിക്കണ്ട. അങ്ങനെ ആവട്ടെ. ഓമനക്കുട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മഹിളാ സമാജം പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ദേ വന്നിരിക്കുന്നു. നമസ്കാരം. എനിക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ കരുതി കയറി ഒന്ന് പരിചയപ്പെടാമെന്ന്. വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സ്ഥലത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പഴയ മാനേജർ പറഞ്ഞു. ഓഹോ, അകത്തേക്ക് വരൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ലവരാ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവര് സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും സ്നേഹത്തിൽ കൂടെ ആണെന്ന് മാത്രം. എന്താ മിസ്റ്റർ ഓമനക്കുട്ടന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. പപ്പ, ഗുളിക കഴിക്കാൻ സമയമായി. മിസ്റ്റർ ഓമനക്കുട്ടൻ എന്താ കുടിക്കാൻ? ഒന്നും വേണ്ട. തണുപ്പ് എന്തെങ്കിലും? ഞാൻ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ പപ്പ നിർബന്ധിക്കുന്നേ? എടി മൈസറട്ടെ, ഇങ്ങനാണോ സംസാരിക്കുന്നത്? വീട്ടിൽ പുതുതായിട്ട് ഒരാൾ വരുമ്പോ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്താ? ശരിയല്ലേ? അതെ. ഇവള് ഒരു പ്രത്യേക ടൈപ്പാ. മിസ്റ്റർ ഓമനക്കുട്ടൻ തെറ്റിദ്ധരിക്കണ്ട. എന്നാ ഞാനിറങ്ങട്ടെ. പപ്പ ഷേക്കാൻ. ഓ, ക്ഷമിക്കണം, ഞാനൊരു പൊട്ടക്കണ്ണനാ കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടുകാരെന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റാത്തത്. അത്രയ്ക്കും കുറച്ച് കണ്ടാ മതിയല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ മിസ്റ്റർ ഓമനക്കുട്ടൻ വരിക. ഞാനിവിടെ ഒറ്റയ്ക്കാ. നമുക്ക് എന്തെങ്കിലും നാട്ടുവർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. ശരി, എന്നാ ഞാൻ വരട്ടെ. പപ്പ, ഇതാ ഗുളിക. ഞാൻ പോയി ചേരുന്നനുസരിച്ച് വരെ. ഏയ്, ആ ഗേറ്റ് അടച്ചിട്ട് പോയേ. വരട്ടെ. നമ്മുടെ പരീതികൾ വെച്ച കളക്ഷൻ പോയോ? എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജോയ്, മാനേജരകത്തുണ്ടല്ലോ. ഉണ്ടല്ലോ. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഓ, അറിയാം. താങ്ക് യു. പിന്നെ അച്ഛന്റെ അമ്മയുടെയും പ്രത്യേകമായ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഞാൻ മിസ്റ്റർ ഓമനക്കുട്ടന്റെ വീട് വരെ ഒന്ന് പോയി. എന്റെ വീട്ടിലോ? വീട്ടിലേക്കായിട്ടല്ല പോയത്, പക്ഷെ പോയതാ വഴിക്കായിരുന്നു. അവിടെ എത്തിയപ്പോ വീട് അന്വേഷിച്ചു. ശരി, അച്ഛനമ്മയൊന്ന് കണ്ടു കളയാമെന്ന് കരുതി. സന്തോഷം.
ഓമനക്കുട്ടിന് തരാൻ വേണ്ടി അമ്മ 2-3 കുപ്പിയില് കടുമാങ്ങിയോ എണ്ണ കാഴ്ചതോ ഒക്കെ തന്നയച്ചിട്ടുണ്ട്. ബാങ്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പോ വൈകുന്നേരം മറ്റേ വീട്ടിലേക്ക് ഒന്ന് വരാമോ? വരാം. ആ, എന്റെ വീട് അറിയാമോ? ആ, അറിയാം. ആ. ഒരാഴ്ച ആയാലേ ഈ നാട്ടിൽ ആ, വന്നിട്ട്. അല്ലെങ്കിൽ അവിടെ ആരോട് ചോദിച്ചാലും എന്റെ വീട് പറഞ്ഞുതരും. ശരി, ബാങ്കിൽ ജോലിയുള്ളതല്ലേ, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ വരട്ടെ. ആ. പിന്നെ വൈകിട്ട് 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കും. ശരി. വരട്ടെ. ആ. ആ.